സാമ്പത്തിക മേഖലയിൽ വനിതകൾ അധികമില്ല, സംരംഭകരായ വനിതകൾ അധികമില്ല, വനിതകൾ സാമ്പത്തിക കാര്യങ്ങൾ സംസാരിക്കില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനൊരു അപവാദമായി നമ്മളൊരു വനിതയെ തന്നെ ഇവിടെ വിളിച്ചിരിക്കുകയാണ്. ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ഇതൊരു മൈക്രോ ചർച്ചയാണ്, വലിയ വലിച്ചു നീട്ടിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പെട്ടെന്ന് ഈ അതിഥി മറുപടി പറഞ്ഞു പോകുന്നു. അതാണ് നമ്മുടെ ഒരു ഫോമാറ്റ്. അനുജ ബഷീറാണ്. ഷീ ഈസ് ദ കോ ഫൗണ്ടർ ഓഫ് ക്വേറ ആൻഡ് ഫ്ലെക്സി ക്ലൗഡ്. അനുജ, സ്വാഗതം നമ്മുടെ ഈ ഒരു ചെറിയ മൈക്രോ ചർച്ചയിലേക്ക്. അപ്പോൾ അനുജയോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഒരു സംരംഭകയാണല്ലോ, അപ്പോൾ ഈ സംരംഭകർക്കായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്കായിട്ട് ഈ ബജറ്റ് എന്താണ് കാത്തുവെച്ചിരിക്കുന്നത്? ഓക്കെ, ഹായ് ക്രിസ്റ്റീന. ഇതുപോലെ ഓൾ ഓഫ് യു ആർ ലുക്കിംഗ് ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. സോ താങ്ക് യു. yeah ടാക്സ് ഇല്ലല്ലോ. അതെ. ഓക്കെ, സോ ആസ് എ സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ, ബിക്കോസ് ഞാനൊരു സീരിയൽ ഓൺടർപ്രണർ ആണ്. എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഒറിയ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പാണ് ഞാൻ ബിഗിൻ ചെയ്തത്. പിന്നെ ഫ്ലെക്സി ക്ലൗഡ് ആയിരുന്നു. അതുകൂടാണ്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് മെൻറ്ററും കൂടിയാണ് സ്റ്റാർട്ടപ്സിന്. അപ്പം ഒരു സ്റ്റാർട്ടപ്പ് മെൻറ്ററായിട്ടും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറായിട്ടും രണ്ട് രീതിയിൽ തന്നെ ഞങ്ങൾ ഈ ബഡ്ജറ്റിനെ, സ്റ്റാർട്ടപ്സ് എന്ന ഞങ്ങളുടെ എക്കോ സിസ്റ്റം തന്നെ ഈ ബഡ്ജറ്റിനെ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്സ് 80% ഫെയിൽ ചെയ്യാനുള്ള ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ട്രാക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഫണ്ട് മിക്കവാറും ഉണ്ടാവാറില്ല. ഒന്നില്ലെങ്കിൽ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതിന് ഉൾപ്പെടെ മാർക്കറ്റ് ആക്സസിലേക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് തുടങ്ങി ഈവൻ പല പല കാരണങ്ങൾ, പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിലോ എങ്ങനെയാണെങ്കിലും ആ സ്കെയിലപ്പ് ആവശ്യങ്ങൾ വരുമ്പോൾ പല സമയത്തും ഫണ്ട് കിട്ടാറില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ തേടി പോകുന്നതും. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് അവരുടെ ആക്ച്വൽ ഫോക്കസ് ചെയ്യുന്ന ഡീവിയേറ്റ് ചെയ്യാനുള്ള പല കാരണങ്ങളും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കുറേ കാരണങ്ങൾ ഭയങ്കര ഒരു പിവോട്ടൽ എലമെന്റ് തന്നെയാണ്. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് ന്യൂസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും എക്സൈറ്റിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജനറൽ ഫണ്ടിങ്ങിന് മാത്രമല്ല, പകരം ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള സപ്പോർട്ട്, അല്ലെങ്കിൽ മെൻറ്റോർഷിപ്പിനുള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ആക്സസിലേക്ക് എങ്ങനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യാൻ പറ്റുന്ന അതിലേക്കൊക്കെ ഒരുപാട് അലൊക്കേഷൻ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ഗെയിം ചേഞ്ചറാണ്. ബിക്കോസ് ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ലൊരു ന്യൂസ് ആണെങ്കിൽ പോലും ഇത് എന്തുമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് കണ്ടറിയണം. ബിക്കോസ് ഇത് കറക്റ്റായിട്ട് എഫക്റ്റീവ് ആയാൽ ശരിക്കും ഇത് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിനെ ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല സ്റ്റാർട്ടപ്പുകൾ, ഡൈവേഴ്സിഫൈഡ് ഫൗണ്ടേഴ്സ്, ഡൈവേഴ്സിഫൈഡ് സെക്ടേഴ്സ് വരും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള കുറേ കമ്മ്യൂണിറ്റീസും കുറേ ഏരിയാസ് ഉണ്ട്. അവിടെയൊക്കെ ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും ഇത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തിൽ എൻ്റെ ഫെലോ ഓൺടർപ്രണേഴ്സ്, എൻ്റെ കോ ഫൗണ്ടേഴ്സ്, എൻ്റെ ഇക്കോ സിസ്റ്റം പാർട്ട്നേഴ്സ് എല്ലാവർക്കും തന്നെ ഞങ്ങളിത് ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യലി വുമൻ ഫൗണ്ടേഴ്സ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ദേ ഹാവ് നോട്ട് ഗോട്ട് ഇനഫ് ഓപ്പർച്യൂണിറ്റി. സോ ഐ തിങ്ക് ദിസ് ഇസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ദം. അത് തീർച്ചയായിട്ടും ഈ പിന്നാക്ക വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് 2 കോടി വരെ വായ്പ നൽകാനുള്ള പദ്ധതിയൊക്കെ ബജറ്റിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുൻപ് പല പദ്ധതികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായി ഇത്തരത്തിലുള്ള സ്ത്രീകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്, ഇത്തരത്തിലുള്ള സംരംഭകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഉത്തരവാദിത്തം കൂടി ഗവൺമെന്റിനില്ലേ? എന്തായാലും ഇപ്പോൾ താങ്കൾ ഒരു സംരംഭകയാണ്, ഒപ്പം തന്നെ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു മെന്റർ കൂടിയാണല്ലോ. അപ്പോൾ എന്താണ് ഇതേക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ബേസിക്കലി റൈറ്റ്ലി ലൈക്ക് യു സെഡ്, ഇതിങ്ങനെ ഫണ്ട് വരുന്നത് മാത്രമല്ല, ഇത് അലൊക്കേറ്റ് ചെയ്ത് എത്തേണ്ടതല്ല എത്തണം. അത് എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഭയങ്കര ഇതാണ്. സ്റ്റാർട്ടപ്പിന്റെ അടിസ്ഥാനപരമായ എന്താ ആ ഒരു പ്രോസസ്സ് തന്നെ ഐഡിയ എക്സിക്യൂഷനിലേക്ക് എപ്പോൾ എത്തിച്ച് അതിൽ നിന്ന് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുമോ, ആ പ്രൊഡക്ടിവിറ്റി എപ്പോൾ കൊണ്ടുവരാൻ പറ്റുമോ, ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും ഓൺടർപ്രണർഷിപ്പ് ഇവോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഏതൊരു പ്രോസസ്സും. സോ ഇത് ശരിക്കും എഫക്റ്റീവ് ആയിട്ട് ഈ പറഞ്ഞാൽ അണ്ടർ റെപ്രസെന്റഡ് കമ്മ്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്ത് ശരിക്കും നമുക്ക് ഇന്ത്യക്ക് ഇല്ല. കാരണം വെച്ചാൽ എന്തോരം ട്രൈബൽ ഏരിയയിൽ സെക്ടർ ആവട്ടെ, ഷെഡ്യൂൾ കാസ്റ്റ് എന്തിനാ അവിടെ ഇവരെ ഒന്നും പോകണ്ട. സാധാരണ സ്ത്രീകളെ, ഇപ്പൊ ക്രിസ്റ്റീന ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് തന്നെ, അധികം സ്ത്രീകളില്ല, അധികം വുമൻ ഫൗണ്ടേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് ഞാനൊരു ബേസിക്കലി ഒരു കമ്പൈൻഡ് ഇക്കോസിസ്റ്റത്തിന്റെ സ്പേസിൽ നിന്നാണ്. ഐ എം നോട്ട് ടാഗ്ഡ് ആസ് എ വുമൻ ഓൺടർപ്രണർ, ഐ എം ടാഗ്ഡ് ആസ് എൻ ഓൺടർപ്രണർ ഓൺലി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പേസിൽ വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഓപ്പർച്യൂണിറ്റി കിട്ടി
കിട്ടിയ ആ സ്പേസിൽ വരാൻ. ഞാൻ ആക്ച്വലി വുമൻ ഫൗണ്ടേഴ്സിനെ ഒരു ഡൈവേഴ്സിറ്റി ഇവാഞ്ചലിസ്റ്റ് കൂടിയാണ് ഞാൻ. എനിക്കൊരു NGO കൂടി ഉണ്ട്, നീഡ് എന്ന് പറഞ്ഞാൽ വെർ വി സപ്പോർട്ട് ഇൻക്ലൂസീവ്നെസ് ടു മച്ച്. ബിക്കോസ് അങ്ങനെ ഒരു സംഭവം വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ആൾക്കാർ വന്ന് കൂടുതൽ ക്രിയേറ്റീവ് ഹാൻഡ്സ് വരും, കൂടുതൽ ഇന്റലക്ച്വൽ മൈൻഡ്സ് വരും. ഇവിടെ അങ്ങനെ വരുമ്പോൾ ആ ഡൈവേഴ്സിഫൈഡ് സാധനത്തിൽ നിന്ന് വരുന്ന ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പക്കബിൾ ആണ്. നമുക്ക് അതൊന്ന് കൊടുത്താൽ മതി, ഒരു സ്റ്റാർട്ടിങ് ഇട്ടാൽ മതി. അവിടെ നിന്ന് അത് കൊണ്ടുവരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തോരം പേര് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ സ്ത്രീകൾ തന്നെ എനിക്ക് എത്ര പേര് ഞാൻ മെൻറ്റർ ചെയ്യുന്നു. ഞാൻ സ്റ്റാർട്ടപ്സിന് മാത്രമല്ല, ഞാൻ SMEക്കും MSMEക്കും ഒക്കെ ഒരുപാട് മെൻറ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. ലോൺ എടുത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ. പക്ഷെ അവർക്ക് അവിടെ നിന്ന് അത് എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പം അവിടെ ആ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് എവിടെ പോയാൽ ഇവർക്ക് ഇതിന് ആക്സസ് കിട്ടും, ഇവർക്ക് ആക്സസ് കിട്ടിയാൽ ഇവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ഇവർക്ക് എത്തും. തുടക്കം ഒന്ന് ശരിയാക്കി കൊടുത്താൽ സ്ത്രീകൾക്ക് ആക്ച്വലി അവർക്ക് എംപവർമെന്റ് ഒന്നും അല്ല വേണ്ട, അവർക്ക് ജസ്റ്റ് ഗൈഡൻസ് ആണ് വേണ്ട. അവർക്ക് ഒരു ട്രാക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്രം ദർ ദേ ആർ വെരി പാഷനേറ്റ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. തീർച്ചയായിട്ടും എംപവർമെന്റ് വേണം, വേണ്ടെന്നല്ല, പക്ഷെ അതോടൊപ്പം തന്നെ ഗൈഡൻസ് കൊടുക്കുക, അത് പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഉപയോഗമില്ലാതെ അനുജ ചെയ്യുന്നു അതാണല്ലോ ഈ മെന്റർഷിപ്പ്. അപ്പോൾ കണ്ടിന്യൂ ദാറ്റ്. നമ്മുടെ ആ സമയത്തിന് ഒരു പരിധി ഉണ്ടല്ലോ, സമയപരിധി കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലായി എന്തായാലും കൂടുതൽ സ്ത്രീകളെ ഒരു സംരംഭക മേഖലയിലേക്ക് കൊണ്ടുവരട്ടെ. അവരൊക്കെ എന്റർപ്രണർ, അതായത് വിമൻ എന്റർപ്രണർ എന്നല്ല, അല്ലാത്ത രീതിയിൽ. എന്തായാലും താങ്ക് യു അനുജ, എന്തായാലും ഞങ്ങളോടൊപ്പം. അതെ, ഇപ്പോൾ അനുജ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഇത്രയും 2 കോടിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രഖ്യാപനമാണ്, നമ്മളിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ലഭ്യമാക്കാം, അതെങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യം കൂടി അത് സർക്കാർ നടപ്പാക്കേണ്ടതാണ്. പല ബജറ്റിലും പല കാര്യങ്ങളും ഇങ്ങനെ നടപ്പാകാതെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും അനുജയെ പോലുള്ള ഒരുപാട് പേര് ഈ സംരംഭക മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പല ഉദ്യമങ്ങളുമായിട്ട് മുന്നോട്ട് വരണം. അവർക്കുള്ള ഒരു മാതൃക കൂടിയാണ് അനുജയുടെ സംസാരത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അനുജ ലാസ്റ്റ് പറഞ്ഞ പോലെ സ്ത്രീകൾക്കാണെങ്കിൽ ഒരു ട്രാക്ക് ഇട്ട് കൊടുത്താൽ മതി, അവർ നല്ല ഫാസ്റ്റിൽ മുന്നോട്ട് പോയി. നമ്മൾ മറന്നുപോകാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നിർമ്മലാ സീതാരാമൻ 8ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അത് സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, സ്ത്രീകൾക്ക് അഭിമാനമാണ് നിർമ്മലാ സീതാരാമൻ.